നമസ്കാരം, ധനി മീഡിയയിലേക്ക് സ്വാഗതം. മോദിക്കെയറിൻ്റെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇല്ലേ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലവും വർക്ക് കുറച്ച് ഇപ്പോൾ വീണ്ടും നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ മാറി വർക്കിലേക്കൊക്കെ സജീവമായിട്ട് ഇറങ്ങുന്നത് മൂലവും കുറച്ച് കൃഷിയൊക്കെ ഉള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ഇടാൻ താമസം വരുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾക്ക് അമൂല്യമായ ഒരു പ്രൊഡക്റ്റ് കിട്ടി, നമ്മളുടെ ഫേസ് മാസ്ക്. ഈ മാസ്കിന് എന്താണ് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ മാസ്ക് എന്താണ്, വീഡിയോ ഇടാൻ തക്കവണ്ണം വലുതാണോ എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. പക്ഷേ പല മാസ്കുകൾ ഉപയോഗിച്ച നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ ഏകദേശം 12 മണിക്കൂറോളം പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും നമ്മൾ പുറത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പല മാസ്കുകളും ഉപയോഗിക്കാറുണ്ട്. സാധാരണ സർജിക്കൽ മാസ്ക് എന്ന് പറഞ്ഞ് 5 രൂപ മുതൽ മുകളിലേക്ക് വരുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു മാസ്കാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ ഇതിന് പറയുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി അതേപോലെയാണ്, ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പിച്ച് ചീന്തി കളയാനേ പറ്റത്തുള്ളൂ, കഴുകി യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നീട് നമുക്ക് വരുന്നതാണ് N95 എന്നൊക്കെ പറഞ്ഞ് വന്ന മാസ്കുകൾ. ഇതും ഇപ്പോൾ നിരോധിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്തൂടെ രോഗാണുക്കളൊക്കെ വരുന്നു. പക്ഷെ അത് ഈ പറയുന്ന ക്വാളിറ്റി ഒന്നുമില്ല, എങ്കിലും 150 രൂപയോളം കൊടുത്ത് വാങ്ങിയ ഒരു മാസ്കാണ്. കൂടാതെ 200 രൂപയ്ക്ക് 5 ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ മാസ്കാണ്. ആകെ 5 ദിവസത്തിൽ കൂടുതൽ, 5 തവണയിൽ കൂടുതൽ ഇട്ടിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ കാണാം, പെട്ടെന്ന് തന്നെ ചെളി പിടിക്കുകയും കൂടാതെ കരിമ്പനടിക്കുകയും ക്വാളിറ്റി വളരെയധികം കുറഞ്ഞ ഒരു മാസ്കാണ്. പക്ഷേ 200 രൂപയാണ്. ഇവിടെ ഒരു നോസ് സ്ട്രിപ്പ് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട്. ഇതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൂക്കൽ വെക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രശ്നമുള്ളവർക്ക് ഇത് തുമ്മലൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുന്നത്, അതേപോലെ മൂക്കിന് വേദന ഉണ്ടാകുന്നെന്ന് പറയുന്നുണ്ട്. ഇതിന് 220 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് W95 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇങ്ങനെയുള്ള മാസ്കുകളുള്ള ഒരു സ്ഥലത്താണ് നമ്മളുടെ മോദിക്കെയറിൻ്റെ, ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസ്കാണ്. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്നതിൻ്റെ ജോഡിയാണ്. ഈ മാസ്കിന് എന്താണ് ഇത്ര പ്രത്യേകത? ഈ മാസ്കിന് പ്രത്യേകത ഒട്ടനവധിയുണ്ട്. ഇപ്പോൾ ഈ മുഖത്ത് വെച്ചേക്കുന്ന മാസ്ക് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമുക്ക് കണ്ടാൽ അറിയാം, ഭയങ്കര കംഫോർട്ടായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെവിയിൽ വെച്ചാൽ ചെവിയിൽ അത് വേദന ഉണ്ടാകത്തില്ല. ഈ ഇലാസ്റ്റിക് ക്വാളിറ്റികളാണ്, ഇതിന് ഇലാസ്റ്റിക് വളരെ ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക്കാണ്, ലൈറ്റ് വെയ്റ്റഡ് ആണ്. കൂടാതെ പലരും പറയുന്നുണ്ട് ഇത് വെച്ചാൽ വെച്ചതുപോലെ അറിയുന്നില്ല. ഞാനും അത് തന്നെ പറയുന്നു, കാരണം ആ വെക്കുന്ന സമയത്ത് മാത്രം നമുക്കിത് മുഖത്തുണ്ട് എന്നറിയാൻ സാധിക്കും. ഈ മാസ്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് മുഖത്ത് നമുക്ക് ചൂട് അടിക്കുന്നുണ്ടാവും, എന്നാൽ ഈ മാസ്ക് വെച്ചാൽ അറിയുന്നില്ല. എന്നാൽ ഒരു ശകലം പോലും നമ്മളുടെ വായു പുറത്തേക്ക് വരുന്നില്ല, എന്നാൽ ശ്വാസോച്ഛ്വാസത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. കൂടാതെ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് 2 സൈസിലാണ് മാസ്ക് കിട്ടുന്നത്. നമുക്ക് മീഡിയം സൈസും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ലാർജ് സൈസ് മാസ്കാണ്. ഒരുമാതിരി നമുക്ക് കംഫോർട്ടായിട്ട് ഉള്ളത് ലാർജ് സൈസ് മാസ്കാണ്. കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ മുഖമൊക്കെ ഉള്ളവർക്കാണ് മീഡിയം സൈസ് കുറച്ചുകൂടെ കംഫോർട്ട്. ഇതിൽ ഇച്ചിരി ചെറുതാണ്, വലുപ്പക്കുറവാണ്, എങ്കിലും സ്റ്റൈലിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ വേണ്ടി ഈ മീഡിയം സൈസ് ഉപയോഗിക്കാം. ഇതിന് 230 രൂപയാണ് 2 മാസ്കിൻ്റെ വില. 230 രൂപ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് മൂല്യം കിട്ടുന്നൊരു മാസ്കാണ്, കാരണം 5 ലെയർ പ്രൊട്ടക്ഷനാണ്. ഇത് 8 ലെയർ പ്രൊട്ടക്ഷനുള്ള ഒരു മാസ്കാണ് ഞാൻ 220 രൂപയ്ക്ക് ഒരു മാസ്ക് വാങ്ങിച്ചത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കോമഡിക്കാരൊക്കെ പറയുന്ന പോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഊരി നമ്മുടെ ചെവിയിൽ കൂടി അങ്ങ് പോകും. അതേപോലെയാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് അവസ്ഥ. വെറും ലോ ക്വാളിറ്റിയാണ്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതാണ്. 250 രൂപയ്ക്ക് ഞാൻ വാങ്ങിയത്. ഇതിന് 230 രൂപയ്ക്ക് 2 മാസ്ക് ഉണ്ട്. ഇതിന് 5 ലെയർ പ്രൊട്ടക്ഷനാണ്, അതായത് പാർട്ടിക്കിൾ ഫിൽട്രേഷന് വേണ്ടി. ഈ 5 ലെയറിൽ കൂടി ഒരിക്കലും നമ്മളുടെ വായ്ക്കുള്ളിലൂടെയോ മൂക്കിനുള്ളിലൂടെയോ വൈറസ് അങ്ങനെയുള്ള എന്തെങ്കിലും രോഗാണുക്കളോ എന്തെങ്കിലും പൊടിപടലങ്ങളോ ഒന്നും നമുക്ക് ഇതിലേക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി പോളി ഫൈബ്രിക് ആണ്, അതായത് മോയ്സ്ചർ മാനേജ്മെൻറ്റ് ടെക്നോളജി ഉള്ള പോളി ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് അനുഭവിക്കുന്നില്ല. ഈ സുഷിരങ്ങൾ കൂടുതലുള്ളത് കൊണ്ടും അതേപോലെ തന്നെ ഈ 5 ലെയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഗുണം കൊണ്ടും നമുക്കിത് വെച്ചാൽ ചൂട് അനുഭവിക്കുന്നില്ല. ഇപ്പോൾ ഫാൻ ഇല്ലാത്ത അവസ്ഥയിൽ പോലും നമുക്കിത് ചൂട് ഫീൽ ചെയ്യുന്നില്ല. നമ്മളുടെ ശ്വാസം നമ്മളെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് ഇതിനകത്തുള്ള ടെക്നോളജി ബാക്ടീരിയൽ ഫിൽട്രേഷൻ എഫിഷ്യൻസി 96%. മറ്റ് മാസ്കുകളുടെ കവറിൽ നോക്കിയാൽ അറിയാം, അവർ 99.9% പറയുന്നതല്ലാതെ ഫിൽട്രേഷൻ കപ്പാസിറ്റി ഇല്ല. ഈ N95 മാസ്ക് സർക്കാർ നിരോധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്പ് വഴി, ഇതിൻ്റെ ഇതുവഴി രോഗാണുക്കൾ കടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിരോധിക്കാൻ കാരണം. അപ്പോൾ പറയുന്ന പോലെ നമുക്ക് 96% പാർട്ടിക്കിൾ സൈസ്, അതായത് 3.0 നാനോ അതായത് മില്ലിമീറ്ററിലൊക്കെ താഴെയുള്ള പാർട്ടിക്കിൾ പോലും നമ്മളിതിലേക്ക്, അതിൽ താഴെയുള്ള പാർട്ടിക്കിൾ പോലും ഇതിനകത്തൂടെ കയറില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കൂടാതെ നമ്മളുടെ ഗവൺമെൻറ് ലാബായ NABL ലാബോറട്ടറിയിൽ നിന്നും ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്.
ഗവൺമെൻറ് ലാബിൽ ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഡിസൈൻ ഫേസ്, അതായത് വൈഡ് കവറേജ്, മറ്റേ ഇത് വളരെ വീതിയിലിരിക്കുന്ന മാസ്കാണ്. ഈ മാസ്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ വീതിയിലാണ്. ഇതാണെങ്കിൽ നമ്മളുടെ ഫേസിന് കംഫർട്ടായിട്ട് മൂക്കും വായും മാത്രം കവർ ചെയ്തിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഈ ഒരു ഷേപ്പിൽ നല്ല കംഫർട്ട് ഷേപ്പാണ് ഇതിനുള്ളത്. പിന്നെ ഇയർ ലൂപ്പ് ലാർജാണ്, ഞാൻ പറഞ്ഞതുപോലെ ഇത് ഊരിപ്പോകത്തില്ല, നമ്മുടെ ചെവിക്ക് കംഫർട്ടായിട്ട് ഇരിക്കും. പിന്നെ അതിനകത്ത് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റാണ് സ്പ്ലാഷ് റെസിസ്റ്റൻസ്. പലരും സംശയം ചോദിച്ചു എന്താണ് സ്പ്ലാഷ് റെസിസ്റ്റൻസ്. നമ്മൾ ഈ മാസ്ക്, ഈ സാധാരണ ഞാൻ മറ്റേ മാസ്ക് ഒന്ന് വെച്ച് കാണിക്കാം. ഈ മാസ്ക് വെക്കുമ്പോഴേ ഇത് 5 തവണ വെച്ചപ്പോഴത്തേക്ക് ഇതിന് ഇലാസ്റ്റിക് ലൂസായി. ഇതിൻ്റെ മുകളിൽ ഇത്രയും ഭാഗം ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഇതെത്ര അടുപ്പിച്ച് വെച്ചാലും ഇതിലെ നമ്മളുടെ ശ്വാസം എടുത്തിട്ട് വിടുന്ന വായു, ഉച്ഛ്വസിക്കുന്ന വായു ഇതിലേ വന്നിട്ട് ഈ കണ്ണാടിയൊക്കെ വെക്കുന്നവർക്ക് ഈ കണ്ണാടിയിൽ തട്ടി ഫോഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഈ മാസ്ക് എപ്പോഴും മാസ്ക് എടുക്കുമ്പോൾ ഈ ഇലാസ്റ്റിക്കിൽ പിടിച്ചിട്ട് മാത്രം എടുക്കുക. മാസ്കിൻ്റെ അകത്തോ ഈ ഭാഗങ്ങളിലൊക്കെ കൈകൊണ്ട് തൊടാതിരിക്കുക. ഇങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്. ഇങ്ങനെ മാത്രം മാസ്ക് ധരിക്കുക. നമുക്ക് ഈ ഇലാസ്റ്റിക് കൊണ്ട് മാത്രം ഇതിനെ മാസ്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ പിടിക്കാതിരിക്കുക, അകത്ത് കൈ തൊടാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസ്കുകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി വായു പുറത്തേക്ക് വന്ന് അത് ഗ്ലാസ്സിലൊക്കെ, വണ്ടി ഓടിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. പലരും പറയുന്നുണ്ട് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണാടിക്കകത്ത് പിന്നെ കണ്ണാടി മാറ്റേണ്ടി വരുന്നുണ്ട്. കണ്ണാടി മാറ്റി അവർക്ക് കണ്ണും കാണത്തില്ല. അതാണ് നമ്മളുടെ ഇതിന് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇത്രയും പാക്കിംഗ് ആയിട്ടിരിക്കുന്നത് കൊണ്ട്, ഇത്രയും ഭാഗത്ത് പാക്കിംഗ് ആയിട്ട്, ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൈ തൊടുന്നത്. പാക്കിംഗ് ആയിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തുകൂടി ഒരു വായു പോലും പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ നമുക്ക് ശ്വാസ ഉച്ഛ്വാസത്തിന് ഒരു പ്രശ്നവുമില്ല. അവസാനത്തെ പോയിന്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാഷബിൾ ആൻഡ് റീയൂസബിൾ. ഏകദേശം 50-60 തവണയോളം നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു മാസ്ക് നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂർ കൂടുമ്പോൾ മാറേണ്ടത് ദിവസം 2 എണ്ണമെങ്കിലും ഉപയോഗിക്കേണ്ടപ്പോൾ 10 രൂപ കൊടുത്താണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 20 രൂപ നമുക്ക് ചിലവാകുന്നുണ്ട്. കൂടാതെ ഈ മാസ്കാണ് വാങ്ങുന്നതെങ്കിൽ ഇതും 4-5 തവണ 150 രൂപ കൊടുത്താൽ കൂടി വന്നാൽ 10 തവണയിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണ്ട നൂലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വില കൂടിയ മാസ്കുകൾ 150-200 വാങ്ങിച്ചാൽ പോലും 5 തവണയിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ ഈ മാസ്ക് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. 2 ആഴ്ചയോളമായിട്ട് ഈ 2 മാസ്കുകൾ കഴുകി മാറി മാറി ഉപയോഗിച്ചിട്ട് ഇതിന് യാതൊരു ഡിസ്കംഫോർട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നല്ലൊരു മാസ്ക്, നമ്മളെ രജനീകാന്തിൻ്റെ സിനിമയിൽ പറയുന്ന ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേൻ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മാസ്ക് സകലം ലേറ്റായാണ് വന്നതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ മാസ്ക് വാങ്ങി ഉപയോഗിക്കുക. മോഡിക്കെയർ കൺസൾട്ടന്റ് മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിലൂടെ ഈ മഹാവ്യാധി, മഹാമാരി വ്യാപിക്കാതിരിക്കാൻ നമുക്ക് ഈ മാസ്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. ഇതൊരു ബിസിനസ്സായി കാണാതെ നിങ്ങൾ എല്ലാവരിലേക്ക് ഈ മാസ്ക് എത്തിക്കുക. നല്ലൊരു മാസ്കാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. വിലയല്ല, ഗുണമാണ്. വിലയിലല്ല കാര്യം. വില സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന വിലയിലാണ്. 230 രൂപയ്ക്ക് 2 മാസ്ക് എന്ന് പറഞ്ഞാൽ 115 രൂപ ഒരു മാസ്കിന് MRP വരുന്നുള്ളൂ. അപ്പം ഒരു മോഡിക്കെയർ കൺസൾട്ടൻ്റ് ആകുമ്പോൾ അതിലും വില കുറച്ച് കിട്ടും. ബിസിനസ് വോളിയമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ മാസ്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.